നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും G2 മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ 2 സിനിമ നാളെ റിലീസാവുകയാണ്. വാനോളം പ്രതീക്ഷയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉള്ളത്. അതിന് കാരണങ്ങൾ ഒട്ടനവധിയാണ്. അപ്പം അതൊന്ന് ചകഞ്ഞ് നമ്മൾ പ്രതീക്ഷ നൽകുന്നതിനുള്ള കാരണങ്ങളും റീസൺസും അതുപോലെ തന്നെ നമ്മൾ നാളെ കാണുന്നതിന് മുമ്പുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. അപ്പോൾ അതിനെല്ലാം ഒരു കൺക്ലൂഡ് ചെയ്തുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഇപ്പം നിലവിൽ എത്രത്തോളം ബുക്കിംഗ് കാണുന്നുണ്ട്, എത്രത്തോളം കളക്ഷൻ വരാൻ സാധ്യതയുണ്ട്, ഏതൊക്കെ റെക്കോർഡുകൾ തകർക്കാനാണ് ഈ സിനിമയ്ക്ക് സാധിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങൾ ചർച്ച ചെയ്തു പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുന്നവരും അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ ഈ ഇന്ത്യൻ 2 സിനിമ നമുക്ക് പ്രതീക്ഷ നൽകാനായിട്ട് അല്ലെങ്കിൽ പ്രതീക്ഷ ഇത്രത്തോളം വരാനായിട്ട് കാരണം മറ്റൊന്നുമല്ല, ഇന്ത്യൻ 1 ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഇമ്പാക്റ്റ്. ആ സേനാപതിയുടെ ഒരു സ്വന്തം മകനെ പോലും ആണെങ്കിൽ പോലും വകവരുത്താൻ അല്ലെങ്കിൽ ആരായാലും തന്നെയും അവർക്കെതിരെ പ്രതികരിക്കുന്ന ഒരു സേനാപതിയെ നമുക്ക് സമ്മാനിച്ചിരുന്നു ശങ്കർ എന്ന് പറയുന്ന ആള്. അത് വർഷങ്ങൾക്ക് ശേഷം അതിൻ്റെ ബാക്കി ഭാഗം രണ്ടാം ഭാഗത്തുമായിട്ട് വരുമ്പം നമുക്ക് വാനോളം പ്രതീക്ഷയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. പിന്നെ എനിക്ക് ആകെ ഡൗട്ടുള്ളത്, ഇപ്പോൾ ഒരുപാട് വർഷങ്ങളായല്ലോ സിനിമ ഇറങ്ങിയിട്ട്. ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ സേനാപതിയെ എത്ര വയസ്സുകാരനായിട്ടായിരിക്കും സ്ക്രീനിൽ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് അറിയാനായിട്ട് കട്ട വെയിറ്റിങ്ങിലാണ്. എന്തായാലും തന്നെ നമുക്ക് കാത്തിരിക്കാം. ശങ്കർ സിനിമ നമുക്കറിയാം, ഇത്രയധികം ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള മേക്കിംഗ് രീതി കൊണ്ടായാലും വെറൈറ്റി സിനിമകൾ നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള ഒരു വേറെ ലെവല് സാധനം നമുക്ക് തിയേറ്ററുകളിൽ നിന്നും തരുന്നൊരു സംവിധായകനാണ് ശങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും തന്നെ സംശയം കാണത്തില്ല. ഇപ്പോഴാണ് രാജമൗലി എന്ന് പറയുന്ന ഒരു ഡയറക്ടർ വന്നിട്ട് അങ്ങോട്ട് വേറെ ലെവൽ എക്സ്പീരിയൻസ് സാധനം നമുക്ക് തിയേറ്ററുകളിൽ നിന്നും തന്നു തുടങ്ങിയത്. ഇപ്പോൾ ഒരു 10 വർഷമൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ശങ്കർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ തട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാല്യൂ അത് വേറെ ലെവലാണെന്ന് തന്നെ നിസ്സാരമായിട്ട് പറയാൻ സാധിക്കും. കാരണം നമ്മളൊക്കെ ചിന്തിക്കുന്നതിന് എത്രയോ അപ്പുറത്താണ് അദ്ദേഹത്തിൻ്റെ ചിന്തയും ചിന്താശേഷിയും അല്ലെങ്കിൽ സ്ക്രീനിൽ സിനിമാ രൂപത്തിൽ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതെന്നുള്ളത്. നമ്മൾ കുറച്ച് സിനിമകൾ ഒന്ന് എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ അന്യൻ, ഇന്ത്യൻ, ശിവാജി, പിന്നെ ഇന്ദ്രൻ 2.0, ഇത്രയും സിനിമകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ റേഞ്ച്. ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു സംവിധായകൻ്റെ സിനിമ ഒരു ഇന്ത്യൻ 2 ആയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമയുടെ ബാക്കി സിനിമയായിട്ട് വരുമ്പം നമുക്ക് വാനോളം പ്രതീക്ഷയ്ക്ക് മറ്റെന്ത് വേണം. ഒപ്പം നമ്മളുടെ കമലഹാസൻ എന്ന് പറയുന്ന ആ ഒരു അല്ലെങ്കിൽ ഉലക നായകൻ കമലഹാസൻ്റെ ഒരു കമ്മിങ് ബാക്ക് ഗംഭീരമാക്കിക്കൊണ്ട് 2 സിനിമകൾ ഇപ്പം കൽക്കി ഇപ്പം നിലവിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. 1000 കോടി ക്ലബിലേക്ക് എത്താനായിട്ട് നിസ്സാരം തുക മാത്രം മതി. എന്തായാലും 1000 കോടി ഉറപ്പിച്ച് മുന്നോട്ട് പോകുന്നു കൽക്കി സിനിമ. ഇതിനു മുമ്പ് ഇറങ്ങിയതാവട്ടെ ലോകേഷ് കനകരാജ്, കമലഹാസൻ കൂട്ടുകെട്ടിൽ വന്ന വിക്രം ആവട്ടെ വൻ കളക്ഷൻ കൊയ്ത്ത് നേടി 500 കോടി കളക്ഷൻ വന്നെന്നാണ് പറയുന്നത്. അങ്ങനെ തമിഴ് സിനിമ റെക്കോർഡുകൾ സകലം തീർത്തുകൊണ്ട് കമലഹാസൻ്റെ ഒരു കമ്മിങ് ബാക്ക് ഗംഭീരമാക്കിയ 2 സിനിമകളായിരുന്നു. അപ്പം അതിനുശേഷം വരുന്ന ഇന്ത്യൻ 2 എന്ന് പറയുമ്പം അതും വൻ പ്രതീക്ഷ തന്നെയാണ്. പ്രത്യേകിച്ച് കമലഹാസൻ്റെ ആ ഒരു തിരിച്ചുവരവ് ഗംഭീരമാക്കിയതിന് ശേഷം ശങ്കർ കൂട്ടുകെട്ടിൽ ഒരു സിനിമ വരുമ്പം വാനോളം പ്രതീക്ഷ. ഇതിൽ പറയാൻ എന്ത് വേണം? ഈ 2 കാരണങ്ങൾ കൊണ്ട് നമ്മളെല്ലാവരും മുൾമുനയിൽ നിൽക്കുവാണ്. പക്ഷേ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. തിയേറ്ററുകളിലൊന്നും കാര്യമായിട്ടൊരു ബുക്കിംഗ് കേരളത്തിലോ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നാളെ സിനിമ ഇറങ്ങി പോസിറ്റീവ് അഭിപ്രായം കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ വേറെ ലെവലായിട്ട് ചിലപ്പോൾ കത്തിക്കയറാനുള്ള സാധ്യതയുണ്ട്. വിക്രം സിനിമ തീർത്ത റെക്കോർഡുകളൊക്കെ തകർത്തെറിഞ്ഞ് ചിലപ്പോൾ മുന്നോട്ട് പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. ഇന്ത്യൻ ബോക്സ് ഓഫീസിലും തമിഴ്നാട് ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും അങ്ങനെ എല്ലായിടത്തും തന്നെ ഒരു തരംഗമായി മാറാനും സാധ്യതയുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. എങ്ങനെ നെഗറ്റീവായി കഴിഞ്ഞാൽ വമ്പൻ ഫ്ലോപ്പിലേക്കും പോകാൻ സാധ്യതയുണ്ട്. ഏകദേശം 200-250 കോടി രൂപയ്ക്ക് മുകളിലുള്ള ബഡ്ജറ്റ് ഇന്ത്യൻ 2 സിനിമയ്ക്ക് ഉണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മിനിമം ഒരു 450-500 കോടി റേഞ്ചിലുള്ള ബോക്സ് ഓഫീസ് കളക്ഷൻ, വീട് കളക്ഷൻ ഈ സിനിമ സ്വന്തമാക്കിയാൽ മാത്രമേ ഒരു സൂപ്പർ ഹിറ്റ് ലെവലിലേക്ക് എത്തുകയുള്ളൂ. അത് എത്തുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നാളെ സിനിമ ഇറങ്ങിയതിന് ശേഷം അതിൻ്റെ അഭിപ്രായം, പോസിറ്റീവ് അഭിപ്രായമാണോ കിട്ടുന്നതെന്നൊക്കെ ഉള്ളത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും തന്നെയും ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് കൂടാതെ സാങ്കേതിക വിദ്യ നമുക്കറിയാം. ശങ്കർ എന്ന് പറയുന്ന ഡയറക്ടറിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയൊരു
സംഭവം മറ്റൊന്നുമല്ല, ടെക്നിക്കൽ പരമായിട്ടുള്ള എന്തിന് സിനിമ ആയിക്കോട്ടെ, 2.0 ആയിക്കോട്ടെ, അങ്ങനെ നമുക്ക് ടെക്നിക്കൽ പരമായിട്ട് ഒരുപാട് സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് ഒരുപാട് മാജിക്ക് നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു സിനിമ ഇന്ത്യൻ 2 നമ്മളുടെ നെടുമുടി ചേട്ടൻ മരിച്ചുപോയ വിവേക് ഇവരെ എല്ലാം സ്ക്രീനിലേക്ക് AI സാങ്കേതിക വിദ്യയിലൂടെ എത്തിക്കുകയാണെന്ന്. അത് എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പെർഫോമൻസ് എന്നുള്ളത് കാണാനായിട്ടും വളരെ ആകാംക്ഷയിൽ ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളും അത്രയധികം കാത്തിരിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അത് സിദ്ധാർത്ഥ് എന്ന് പറയുന്ന അഭിനേതാവുണ്ട്, കാജൽ അഗർവാൾ ഉണ്ട്, മലയാളിയായ കാളിദാസ് ജയറാമും ഈ സിനിമയിൽ പ്രധാന കഥാപാത്രമായിട്ട് വരുന്നു. അങ്ങനെ വൻ പ്രതീക്ഷയുടെ ഒരു വാനോളം പ്രതീക്ഷകൾ ഉയർത്തുന്ന ഒരുപാട് ഒട്ടനവധി കാരണങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ടെന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്തായാലും തന്നെ നിലവിലുള്ള ഒരു ബുക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈ സിറ്റിയിൽ മാത്രം 500 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് നിലവിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാംഗ്ലൂർ സിറ്റിയിലാവട്ടെ 100 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് നിലവിൽ തന്നെ കാണുന്നുണ്ട്. ഹൈദരാബാദിൽ 170 ഷോയ്ക്കടുത്ത് ഫാസ്റ്റ് ഫീഡിങ്ങും, കേരളത്തിൽ അത്യാവശ്യം ഇച്ചിരി ഡൗൺ ആണെന്ന് തന്നെ പറയാം. കേരളം ഒട്ടാകെ നോക്കുമ്പോൾ 100 ഷോയ്ക്ക് അടുത്ത് മാത്രമാണ് ഫാസ്റ്റ് ഫീഡിങ് കാണുന്നത്. കൊച്ചി സിറ്റിയിൽ 35 ഷോയോളം ഫാസ്റ്റ് ഫീഡിങ് ആണ് കാണുന്നത്. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ 1000 ഷോയ്ക്ക് മുകളിലുള്ള ഫാസ്റ്റ് ഫീഡിങ് നമുക്ക് ഇന്ത്യ ഒട്ടാകെ നോക്കുമ്പോൾ ഫാസ്റ്റ് ഫീഡിങ് നിലവിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും തന്നെ ഒരു കാര്യം ഉറപ്പായി, ഒരു 50-60 കോടി റേഞ്ചിലുള്ള ഓപ്പണിംഗ് ഡേയിലെ കളക്ഷൻ, വേൾഡ് വൈഡ് കളക്ഷൻ ഇന്ത്യൻ 2 സ്വന്തമാക്കാനുള്ള സാധ്യത നിലവിൽ തന്നെ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ തമിഴ് സിനിമയുടെ റെക്കോർഡ് എന്ന് പറയുന്നത് ലിയോ സിനിമയാണ്. 150 കോടി രൂപയ്ക്ക് അടുത്താണ് ഓപ്പണിംഗ് ഡേയിൽ കളക്ഷനായിട്ട് സ്വന്തമാക്കിയത്. 2ാം സ്ഥാനത്ത് 2.0, അത് ശങ്കർ സിനിമ തന്നെയാണ്, ആ രജനി ചിത്രമാണ്. 100 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷനാണ് ഓപ്പണിംഗ് ഡേയിൽ നേടിയത്. ഇത് ഈ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമ ആ റെക്കോർഡുകളൊക്കെ തറക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നാളെ വരെ കാത്തിരുന്നാൽ മതി. വെറും 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഏത് അറ്റം വരെ ഇതിൻ്റെ കളക്ഷൻ കൊയ്ത്തു പോകുന്നൊക്കെ ഉള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും കണ്ടറിയാവുന്നതേ ഉള്ളൂ. എന്തായാലും തന്നെ മൊത്തത്തിലുള്ള കളക്ഷൻ റെക്കോർഡ് നോക്കുമ്പം 600 കോടി രൂപയ്ക്ക് മുകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ തമിഴ് സിനിമ എന്ന് പറയുന്നത് 2.0 ആണ്. 2ാം സ്ഥാനത്ത് ജയിലർ സിനിമയാണ്. 3ാം സ്ഥാനത്ത് ലിയോ സിനിമയാണ്. അങ്ങനെ 3 സിനിമകളാണ് 600 കോടി രൂപയ്ക്ക് പുറത്തുള്ള കളക്ഷൻ നേടിയത്. ഇനി 450-500 കോടി റേഞ്ചിലേക്ക് കളക്ഷൻ നേടിയ വിക്രം, പൊന്നിയിൻ സെൽവൻ സിനിമ. അപ്പോൾ ഈ സിനിമകളുടെയൊക്കെ റെക്കോർഡ് ഇന്ത്യൻ 2 സിനിമ തറക്കോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. എന്തായാലും തന്നെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ശങ്കർ മാജിക്ക് നമുക്ക് സാങ്കേതിക വിദ്യയുടെ തമ്പുരാനായിട്ടുള്ള ടെക്നിക്കൽ വശങ്ങൾ കൊണ്ട് തിയേറ്ററുകളിൽ നമുക്ക് വേറൊരു ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ടെക്നിക്കൽ പരമായിട്ടുള്ള സംഭവ വികാസങ്ങളൊക്കെ കാണാനായിട്ടുള്ള ഒരു സാഹചര്യം നാളെ തിയേറ്ററുകളിൽ ഉണ്ടാവുകയാണ്. ഗെയിം ചേഞ്ചർ എന്ന് പറയുന്ന സിനിമയും ഈ സിനിമയും ഒരേ സമയത്ത് ഒരേപോലെ സംവിധാനം ചെയ്തതുകൊണ്ട് ഈ സിനിമ എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതും നാളെ കണ്ടറിയാം അല്ലേ. എന്തായാലും തന്നെ സിനിമ എത്ര പേർ കാത്തിരിക്കുന്നു എന്നുള്ളതൊക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം നിങ്ങളുടെ പ്രതീക്ഷ എത്രത്തോളം ആണെന്നുള്ളതും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ടൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പം ബൈ ബൈ.